ഏതായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. വർഗീസേ, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മാഷിനോട് ചോദിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ മാനേജ്മെന്റ് തീർച്ചയായും നടപടി എടുത്തിരിക്കും. ഇയാളുടെ മകന് വന്ന ഗതി നാളെ ഞങ്ങളുടെ മക്കൾക്ക് വരികയില്ലെന്ന് എന്നത് ഉറപ്പ്. ദാണ്ട് വരുന്നുണ്ട്. വരട്ടെ, ഈ വർഗീസ് ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ മദർ, എന്തിനാ വിളിച്ചത്? എന്തിനാ വിളിച്ചതെന്നോ? എടോ, തനിക്കറിയോ എന്റെ മകന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാ പോലും ഞാൻ സഹിക്കില്ല. അത്രമാത്രം ജീവനായിരിക്കും അവൻ. ഇതുവരെ ഞാൻ അവനെ ഒന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. പക്ഷെ താൻ എന്റെ മകനെ തല്ലി, ഒരുപാട് തല്ലി. അവൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതറിയോ തനിക്ക്? ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എന്റെ കുഞ്ഞിനെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. അത്രമാത്രം ജീവനാ എനിക്ക് എന്റെ കുട്ടി. താങ്കൾ ഇപ്പൊ പറഞ്ഞതാണ് തെറ്റ്. ഇത്രയും കാലമായിട്ടും നിങ്ങൾ നിങ്ങളുടെ മകനെ വേദനിപ്പിച്ചിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. ഒരു ചൊല്ലുണ്ട്, ഒന്നാണെങ്കിലും ഓലക്ക കൊണ്ട് അടിച്ചു വളർത്തണമെന്ന്. പക്ഷെ ഇന്നുള്ള മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വടി കൊണ്ട് പോലും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനധികം ഒന്ന് ഉപദേശിക്കുന്നത് പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കളോട് കാണിക്കുന്ന എന്തോ വലിയ ദ്രോഹമായിട്ടാണ് അവർ കാണുന്നത്. പിന്നെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ചോദിക്കുന്ന പണവും പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് മക്കളെ ആഡംബരക്കാരിൽ സ്കൂൾ മുറ്റത്ത് ഇറക്കി വിട്ടിട്ട് പോകുന്നതാണോ? എന്നാൽ അതിനെ സ്നേഹമെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് സ്വന്തം മക്കളോട് ചെയ്യുന്ന ദ്രോഹമെന്നേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഞാനിവനെ തല്ലിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ വേദനിച്ചൊന്നും പറഞ്ഞില്ലേ? നാളെ നിങ്ങളും ഞങ്ങളും ഒക്കെ ഇവനെ പ്രതി വേദനിക്കാതിരിക്കുവാൻ വേണ്ടിയാ ഞാനിവനെ ശാസിച്ചത്. ഇന്ന് ഒരു ചെറിയ പാൻ മസാല ഉപയോഗിച്ച ഇവൻ നാളെ ഈ സമൂഹത്തിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തില്ലെന്ന് ആരറിഞ്ഞു? അതാണ് ഇപ്പോഴത്തെ കൂട്ടുകെട്ട്, ഈ കാലഘട്ടം. അന്ന് നമ്മളെല്ലാവരും കുറ്റബോധത്താൽ ഇവനെ ഓർത്ത് തല കുനിക്കേണ്ടതായിട്ട് വരും. അതുണ്ടാകാതിരിക്കാനാ ഞാനിവനെ ശിക്ഷിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികൾ ഞങ്ങളുടെയും കുട്ടികളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ വളർത്തുന്നത്. ഇവൻ മിടുക്കനാണ്. ഇവൻ ഇതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഇതായിരുന്നു കാരണമെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. സാറ് പറഞ്ഞതുപോലെ ചോദിക്കുന്ന പണവും കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഇവൻ ആ പണം എന്ത് ചെയ്തെന്നോ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നതെന്നോ ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. മകന്റെ ഭാവിക്ക് വേണ്ടി പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവന്റെ യഥാർത്ഥ ജീവിതം കാണാൻ ഞാൻ മറന്നുപോയി. മകനെ അന്ധമായി സ്നേഹിക്കുന്ന ഒരച്ഛന്റെ അറിവില്ലായ്മയെ കണ്ട് സാർ ക്ഷമിക്കണം.